വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കുമ്പളങ്ങ കൊണ്ടൊരു കറി വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാനൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത 1/4 കപ്പ് തോരൻപരിപ്പ് ചേർത്ത് അതിലേക്ക് 1 കപ്പ് ചെറുതായി അരിഞ്ഞ കുമ്പളങ്ങയും 10-15 ചെറിയ ഉള്ളി രണ്ടായി കീറിയതും 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇനി കുറച്ച് പൊടികളാണ് അതിലേക്ക് ചേർക്കേണ്ടത്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതൊന്ന് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പുളിങ്കുരു വലിപ്പത്തിൽ ഒരു കഷ്ണം വാളംപുളി ഇട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി 1 വിസിൽ വരുന്നവരേക്ക് കൂടിയ തീയിലും 3 വിസിൽ വരുന്നവരെ കുറഞ്ഞ തീയിലും നന്നായി വേവിച്ചെടുത്തതിന് ശേഷം നന്നായി ഉടച്ച് ചേർക്കുക. എല്ലാം കൂടി വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഒരു താളിപ്പ് റെഡിയാക്കാം. പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് നല്ലവണ്ണം പൊട്ടി വന്നാലുടൻ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് 2 വറ്റൽമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി താളിച്ചെടുത്ത് ആ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുമ്പളങ്ങ പുളിങ്കറി റെഡിയായി. 10 മിനിറ്റിനകം നമുക്ക് വളരെ പെട്ടെന്ന് ലഞ്ചിന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അധികം ചേരുവകളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും.